നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ നമ്മൾ നടന്ന് അങ്ങനെ കൊടുക്കുന്നു. ഇതൊക്കെ പുതിയതാ. അതിൻ്റെ മൂക്കെല്ലാം ഇട്ടിരിക്കണുണ്ടോ? അവൻ കമ്മും. അതിനവന് സിക്കായിട്ടല്ല, അവൻ കമ്മും. അതിന് അത് സിക്കാകുമ്പോ നമ്മളെ 51 ഈ പൂക്കൾക്ക് പരാഗണം ഉണ്ടോന്നൊക്കെ അറിയാമോ? നിങ്ങൾ എൻ്റെ ഫോണിലോട്ട് നോക്കിയാൽ മതി. എൻ്റെ ഫോണിൽ ഇത് കണ്ട അത് കാണുമ്പോൾ അറിയാം എന്തും ഭാഗത്തൊക്കെ ഉണ്ടോ. അപ്പം നോക്കിയേ എത്ര പൂമ്പൊടി എൻ്റെ ഫോണിലുണ്ടോ നോക്കി ഉണ്ടാ. ജസ്റ്റ് ആക്ച്വലി അതർ ബിൽഡിംഗ് കൂടി ഇപ്പോൾ ഇത് നേരെ കാണാം. എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, അത് വേൾഡ് ട്രേഡ് സെൻറ്റർ. ഈ സൈഡിൽ നല്ലൊരു പ്ലാന്റ് ഉണ്ട്. നമ്മളിതുവഴി അവിടെ പോയിരിക്കുമായിരുന്നു. ഇവിടുത്തെ അപ്പാണ്ടിലൊക്കെ ബോക്സ് മാതിരി ഉണ്ടോ ഫിക്സ് ആയിരിക്കണം. ഓരോ ബോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിച്ച് ഓരോ ബോക്സ് മാതിരിയാണ് ഇരിക്കുന്നുണ്ട്. അതാണ് ബ്രൂക്ലിൻ ബ്രിഡ്ജ്. അവിടെ എവിടെയാണ് നമ്മൾ കയറി വന്നില്ലായിരുന്നു. അതാണ് അങ്ങേ സൈഡിൽ ബാസ്കറ്റ് ബോൾ കോർട്ട് പ്ലേ ചെയ്യുന്ന അവിടെ. പിന്നെ ഒരു ഷിപ്പ് നമ്മളെ സൈഡിൽ കണ്ടില്ലേ, ഒരു ബുദ്ധിസ്റ്റിൻ്റെ ഒക്കെ സൈഡിൽ വന്നില്ലായിരുന്നോ? കൊച്ചിനെയും കൊണ്ട് കാട്ടിക്കൂടെ ഇറങ്ങിപ്പോന്ന പോക്കുണ്ടോ, എന്തിൻ്റെ കേടാണാവോ. ഓക്കെ, പിന്നൊരു കാര്യം ഗൈസ്, ഇവിടെ പാമ്പൊന്നുമില്ല കേട്ടോ. ന്യൂയോർക്കിലെ പാമ്പില്ലാത്തത് കൊണ്ട് നമുക്ക് ഏത് സൈഡിൽ കൂടെ വേണേലും ഇറങ്ങാം. അത് ചതിപ്പ് നിലമാണോ, അതിനകത്ത് വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് അവിടെ ചെന്നെങ്കിലും അറിയത്തുള്ളൂ. വെള്ളം കയറുന്ന സെക്ഷനാണ്, ചതിപ്പിൽ വെള്ളം കയറി വരുന്ന സെക്ഷനായിരുന്നു. പക്ഷേ അവിടെ വെള്ളം ബിലോ ആയതുകൊണ്ട് കുഴപ്പമില്ല. ഉണ്ടോ മിടുക്കൻ ചാടിയവൻ ഉണ്ടോ, അവൻ ഈ റോഡിൽ വരാൻ വേണ്ടി ചാടി ഇപ്പുറത്തെത്തി. അതാണ് അഡ്വഞ്ചർ. ഫാദറും മദറും കൂടെ അത് ഫാദറും മോനും കൂടെ സെറ്റാക്കി. വൈഫും ചെയ്യും അവിടെ എന്തോ അവൻ്റെ ബോളും എല്ലാം പോയി കാണും. കാഴ്ചപ്പാടീസിലൊക്കെ എന്തോ പോയി കളിച്ചോണ്ടിരുന്ന എന്തോ ഒരു ടോയ്സ് പറന്നത്, അത് നോക്കി നടക്കുകയാണ് അപ്പനും മോനും കൂടെ. ചതപ്പിൽ എവിടെ പോകുന്ന എങ്ങനെ കണ്ടുപിടിക്കണേ? അവൻ കളിച്ചോണ്ടിരുന്ന ബോള് പോയി, അതാ എങ്ങോട്ടാ പോയെന്നറിയില്ല. ഞാൻ ആദ്യം ഓർത്ത് എന്തിനാ ആ സൈഡിൽ കൂടെ അവൻ ഇറങ്ങി വരുന്നതാണ്. ബാ നമുക്ക് ആ സൈഡിൽ കൂടെ ഒന്ന് കറങ്ങിയിട്ട് വരാം ഗൈസ്. എന്തിനാ ഈ ഫ്ലവേഴ്സ്, നാട്ടുകാരെ ഫ്ലവേഴ്സൊക്കെ കണ്ട് മടുത്തു. ആ വാ, ഇതിലൂടെ പോവാം. കൂടെ ഇവിടെ എല്ലാം മരങ്ങളാണ് ഗൈസ്. ഏത് രീതിയിൽ പോയാലും മരങ്ങൾ, അതുകൊണ്ട് ചൂടറിയില്ല കേട്ടോ.
ചൂട് അറിയത്തേയില്ല. ഇപ്പം നല്ല ചൂടാണ് ആ ഏരിയയിൽ, പക്ഷേ ഇവിടെ നല്ല തണുപ്പ്. ഇങ്ങനെയുണ്ട്. കുട്ടികളെയും കൊണ്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണ്. വെയിലടിച്ച് ശരീരം പൊള്ളിച്ച് വെളുത്തവർക്ക് കറുത്ത നിറമാക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് കിടന്ന് പാടുപെടുന്നതെല്ലാം. നമ്മളൊക്കെ വെളുക്കാൻ കിടന്ന് പാടുപെടുമ്പം അവർ വെളുപ്പിനെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് നട്ട വെയിലത്ത് വന്ന് കിടക്കുക. എന്താ പറയുക, പൈസ കൊടുക്കാതെ കളർ മാറ്റാൻ പറ്റുന്ന സംഭവം. എത്ര പ്രാവമായിരിക്കണം നോക്കിയേ. ഇതുവഴി നമുക്കിതുവഴി ചടമ്പാ. നടക്കുന്ന റൂട്ടിൽ അവർ കയറിയിരിക്കണേ. അതുവഴി ചടിച്ചടിച്ചിടുന്നു. തുമ്മാൻ എനിക്ക് വയ്യ ഗൈസ്. ആൾക്കാരെ വെച്ച് തുമ്മിക്കഴിഞ്ഞാൽ പ്രശ്നമാവും. ഈ പൂക്കൾ തന്നെ ഈ പ്രാവശ്യം വളരെ ഭംഗിയായിട്ട് പിടിച്ചുകൊണ്ടാണ് നോക്കി നിൽക്കെ. ഈ പ്രാവശ്യത്തെ ടൂലിപ്പ്, ഇവിടുത്തെ ടൂലിപ്പ് എന്നെ ശരിക്കും പിടിച്ചു. ഇഷ്ടം പോലെ നടന്നു. ഇതുണ്ട് കാട്ടുപൂവ്. അതാ കുട്ടി പറിച്ചതാ വീട്. വീടുണ്ടോ? ആണോ? വീട്. ആ, നമ്മുടെ വീടത്തെ ഇപ്പുണ്ടത് ഉണ്ടല്ലേ, നമ്മുടെ വീടത്തെ ഇപ്പുണ്ട്. പക്ഷേ ഒന്നിച്ച് വയ്ക്കുമ്പോൾ കാണാൻ ഭംഗിയാ. അതിൻ്റെയാണ് ഇപ്പം കിടന്ന് തുമ്മണേ. നമ്മൾ തുമ്മണ എന്താണ്? അതിൻ്റെ ഇതാണ്. ഇങ്ങനെ കറങ്ങി അതങ്ങനെ അങ്ങനെ 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 നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ സ്ഥലത്തെത്തും. നടക്കാനാണെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ നടക്കാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. സ്റ്റോപ്പ് ആകണില്ല. മനസ്സിലായോ? നമുക്ക് അതുവഴി തുടങ്ങി തിരിച്ചു. എന്താ അതുവഴി ഇറങ്ങി നമ്മൾ 57 വരെ ആയി. ഇപ്പം 59, 60 വരെ ആയി കാണും. അതാ ബോക്സ് മാതിരിയാണ് ബിൽഡിംഗ് ഉണ്ട്. ചെറിയ ബോക്സ്. എനിക്ക് ഇറങ്ങി പോകേണ്ട അച്ഛൻ. ഒത്തിരി ഉണ്ടോ? നടക്കാൻ കുറേ ഉണ്ട് ഗൈസ്. ഇവിടുത്തെ ഫോട്ടോ എടുക്കട്ടെ. ന്യൂയോർക്ക് സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ. എവിടെ? ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ.